ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന മീൻകറി വെക്കണം കേട്ടോ, തേങ്ങ അരച്ച മീൻകറി. അപ്പോൾ ഞാൻ ചാറ് കലക്കി ആദ്യം തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. രാത്രിയാണ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇക്ക പറഞ്ഞ് എന്തെങ്കിലും ഒരു മീൻ കൊണ്ടുവരാം, നീ മീൻ കറിക്കുള്ളതൊക്കെ റെഡിയാക്കിക്കോന്ന്. അപ്പം ഞാൻ വേഗം മീൻ എന്താണെന്ന് പോലും അറിയില്ല കേട്ടോ. മീൻ എന്താണെന്ന് അറിയണതിന് മുമ്പേ ഞാനൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി തേങ്ങയും കൂടി അരച്ച് ചേർത്താം, അത് താളിക്കാനുള്ള ഉള്ളിയും കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ചാറാവുമല്ലോ. അപ്പോൾ മീൻ കൊണ്ടുവന്നാൽ മീൻ കഴുകി അതിലിട്ടാൽ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാണ് ഇട്ടാ പൗഡർ ഇട്ടത്, ചില്ലി മസാല, കുളമ്പ് മസാല കേട്ടോ, അതാണ് ഇട്ടത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ മുട്ട മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയൊക്കെ അരച്ചു കൂട്ടി ഇക്ക മീനും കൊണ്ടുവന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിന് കഴുകി പൊരിക്കാനൊക്കെ വെച്ചു. അപ്പോഴത്തേക്കും പറഞ്ഞു ഇക്ക വിശന്നിട്ട് വയ്യാന്ന്. അപ്പോൾ ഞാൻ വേഗം പോയി ചോറ് വിളമ്പട്ടെ കൊണ്ട് തന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ക്യാമറാമാനായിട്ട് ഇക്കയാണ് കേട്ടോ. ഇക്ക ക്യാമറാമാനായാൽ പിന്നെ ഒന്നും കാണില്ല, ആകെ കാണുന്നത് താഴെയായിരിക്കും. വേറെ ഒന്നും വീഡിയോ എടുക്കാൻ ഇക്കറിയില്ല. അപ്പോൾ അങ്ങനൊരു സെറ്റപ്പിലാണ് കേട്ടോ ഇക്ക. അത് ഫോണൊന്ന് കൈ കൊടുത്തപ്പോൾ വേറെ പണിയില്ല നിനക്ക് എന്നായിരുന്നു ഒരു ചോദ്യം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേഗം ചോറൊക്കെ വിളമ്പാൻ നിന്ന്. അപ്പോൾ എനിക്കും വിശപ്പുണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് വന്നിട്ട് ഞാനും ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചാറില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ വന്നപാട് കുറച്ച് ചോറ് കഴിക്കണതാണ് കേട്ടോ. വണ്ടികളുടെ സൗണ്ട് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഭയങ്കരമായിട്ട് വണ്ടികൾ പോയിക്കൊണ്ടേയിരിക്കും, മെയിൻ റോഡല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് മൈൻഡാക്കണ്ട. പിന്നെ ഇപ്പം എന്താ, പിന്നെ ചോറും ചാറൊക്കെ വിളമ്പി ഞാനും ഇക്കയും മോനും കൂടി സുഖമായി പുറത്ത് പോയിരുന്ന് കഴിച്ചിട്ട് ഇക്കാനോട് ചോറ് വിളമ്പുന്നതും ചാറ് വിളമ്പുന്നതും വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ കണ്ടില്ലേ, ഇക്ക എൻ്റെ പിറക് വശം മാത്രമേ സത്യത്തിൽ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞങ്ങൾ നല്ല മീൻ ചാറൊക്കെ കൂട്ടി. പക്ഷെ ഞാൻ ഈ മീനാണ് കൊണ്ടുവരുന്നതെന്ന് അറിഞ്ഞില്ല കേട്ടോ. ഇക്ക കൊണ്ടുവന്നത് കുടുതയാണ്. കുടുത ഒരിക്കലും ഞാൻ തേങ്ങ അരച്ച് വെക്കാറില്ല. പക്ഷെ എനിക്കറിയില്ലല്ലോ, ഞാൻ ഓൾറെഡി തേങ്ങയൊക്കെ അരച്ച് വെച്ചല്ലോ. അപ്പോൾ കുടുതയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്താ പറയുക, അത് തേങ്ങ അരച്ച് വെച്ചാൽ ഒന്നിനും നന്നായിരിക്കില്ല. പക്ഷേ എന്താണെന്ന് അറിയില്ല, ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. മാങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കറി വെച്ചത് കേട്ടോ. ഞാനും മോനും കൂടി പോയിട്ട് അവിടെ ഒരു കായ്കറി കട ഉണ്ട്, അവിടെ പോയി 20 രൂപ ഒരു മാങ്ങ വാങ്ങിച്ചിട്ട് വന്നിട്ടാണ് കറിയൊക്കെ വെച്ചത്. അപ്പോൾ മീൻ 3 ആൾക്ക് ഓരോന്ന് പൊരിച്ചാൽ ബാക്കി 2 മക്കളും ഇവിടെ ഇല്ല. ശനി ഞായറേ അവർ വേഗം സ്ഥലം വിടും. അപ്പോൾ ആ 2 മീനും കൂടി പൊരിച്ചെടുത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 ആൾക്കും ചോറ് കഴിക്കാനുള്ളതായല്ലോ. കഷ്ണം തിന്നായിട്ടല്ല, വലിയ കഷ്ണമായിട്ടാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൂടി പൊരിച്ചിട്ട് ഞങ്ങൾ സൂപ്പറായിട്ട് അങ്ങോട്ട് ചോറ് കഴിച്ചു കേട്ടോ. പിന്നൊന്നുമില്ല, ഇക്ക അതാ ചോറൊക്കെ കൊണ്ടുപോയി വെക്കാമെന്ന് പറഞ്ഞിട്ട് വിളമ്പണതിന് മുമ്പേ ഇക്ക കൊണ്ടുവന്നു. ഒരുപാട് പണി ഇനി ബാക്കി എടുത്തിട്ട് അതൊക്കെ നമുക്ക് ചോറ് കഴിച്ചിട്ട് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ അതൊക്കെ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ ചോറ് കഴിക്കാൻ പോയിരുന്നു. ഒന്നും പറയാനില്ല കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഈ കറി ഇത്ര ടേസ്റ്റ് ആവുമെന്ന്. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ലോണം ഇഷ്ടമായി. നല്ല മാങ്ങ ഒക്കെ ഇട്ട നല്ലൊരു മീൻ കറിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ